മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. പണ്ട് അമൃത TV-യിൽ ഞാൻ പൈതൃക സന്ദേശം കൊടുത്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് റെക്കോർഡ് ചെയ്യുന്നത് തിരുവനന്തപുരത്തിനടുത്ത് തച്ചോട്ടുകാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സുഗതകുമാരി ടീച്ചറിൻ്റെ ഒരു അനാഥാലയമുണ്ട്. വൃദ്ധസദനവും അനാഥാലയവും ഒക്കെ ഉണ്ട്. അവിടെ ഒരു നാലുകെട്ടുണ്ട്. ആ നാലുകെട്ടിനാണ് ഞാനത് റെക്കോർഡ് ചെയ്യാനായിട്ട് മാസത്തിലൊരിക്കൽ പോകാറുള്ളത്. അവിടെ ഒരു ആട്ടുകെട്ടിലുണ്ട് ഇരുന്ന് ആടാവുന്നത്. ആ നാലുകെട്ട് എവിടെ നിന്നോ കൊണ്ടുവന്ന് അതേപോലെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. റീമേക്കാണ്. ആട്ടുകെട്ടിൽ കിടക്കുമ്പോൾ നേരെ മുകളിൽ ഇടത് സൈഡിൽ ആ മച്ച് ഉണ്ടാക്കിയതിൽ 2 സ്ക്വയർ ഫീറ്റ് 2 അടി × 2 അടി സ്ക്വയറിൽ ഒരു വാതിലുണ്ട്. അത് എടുത്ത് മാറ്റാവുന്നതാണ്. മച്ച് പെട്ടെന്ന് നോക്കിയാൽ മച്ചിൻ്റെ ഭാഗമായിട്ടേ തോന്നുള്ളൂ. ഒന്ന് തട്ടിയെടുത്ത് മാറ്റാവുന്നതാണ്. അതിലൂടെ അകത്തേക്ക് കയറാൻ സാധിക്കില്ല, അതിലൂടെ ഇറങ്ങാനും സാധിക്കില്ല, അതിലൂടെ കോണിപ്പടി വയ്ക്കാനും സാധിക്കില്ല. അത് വെറുതെ ഒരു ഹോള് മാത്രമാണ്. 2 അടി നീളം 2 അടി വീതിയിലുള്ള ഒരു ഹോള് മാത്രമാണ്. പെട്ടെന്ന് ഞാൻ ഒരാളോട് ചോദിച്ചു, അവിടെ ഉണ്ടായിരുന്നവർ, ഇതെന്താ സാധനം, ഇതെന്തിനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിന് പേര് സ്വർഗവാതിൽ എന്നാണെന്ന് പറഞ്ഞു. എനിക്ക് അർത്ഥമേ മനസ്സിലായില്ല. ഈ ആട്ടുകെട്ടിൽ ഇങ്ങനെ ആടാനായിട്ട് ഉപയോഗിക്കുന്ന ഊഞ്ഞാല്, അതിനാണ് ആട്ടുകെട്ടിലെന്ന് പറയുക. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിൽ തലേണ വെച്ച് കിടന്ന് നമ്മളിങ്ങനെ ആടുമ്പോൾ ഈ ഹോള് കാണണം ഇടത് സൈഡിൽ. എന്തിനാണെന്ന് വെച്ചാൽ ജീവിതത്തിൽ സുഖസന്തോഷത്തോടുകൂടി ജീവിക്കുമ്പോഴും മരണമുണ്ട് എന്നുള്ളത് മറക്കരുത്. ആ മരണമുണ്ട് എന്നുള്ളത് നമ്മളെ തളർത്താനും തകർക്കാനും വേണ്ടിയിട്ടൊന്നുമല്ല, അതൊരു വസ്തുതയാണ്. റോട്ടിലൂടെ പോകുമ്പോൾ ദൂരെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക, ഇങ്ങനെ ഒരു അടയാളത്തിൽ ഹമ്പ്. ആ ഹമ്പുണ്ടെന്ന് പറയുമ്പോൾ കെയർഫുൾ ആയിരിക്കണം, വണ്ടി സ്ലോ ആക്കണം, ഇല്ലെങ്കിൽ അടിച്ചു തെറിച്ചു പോകുമെന്ന് ഓർമ്മിപ്പിക്കാനാണ് ഹമ്പിൻ്റെ ചിഹ്നം വയ്ക്കുക. അതേപോലെ ആട്ടുകെട്ടിൽ ആടിക്കൊണ്ട് ഉറങ്ങുമ്പോഴും കണ്ണ് തുറക്കുമ്പോഴും ഈ സ്വർഗവാതിൽ എന്ന് പറയുന്ന 2 അടി × 2 അടിയുള്ള സ്ക്വയറിൻ്റെ വാതില് കാണണം. ആത്മാവ് അതിൽ കൂടെ പോകാനുള്ള ഒരു ദിവസമുണ്ട് എന്നുള്ളത്. അപ്പം നമുക്ക് മരണമുണ്ട്. അത് നാളെ വേണമെങ്കിൽ വരാം, ഇന്ന് വൈകുന്നേരം വേണമെങ്കിൽ വരാം, എപ്പോൾ വേണമെങ്കിലും വരാം. പക്ഷെ അതിനു മുമ്പ് ചെയ്തു തീർക്കാനുള്ളതെല്ലാം ചെയ്തു തീർക്കണം. എന്തെല്ലാം നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റുമോ ചെയ്തു തീർക്കണം. പണ്ടത്തെ കാലത്ത് സ്കൂളുകളിലെ കോമ്പറ്റീഷനിൽ കുറേ കപ്പലണ്ടി ഇങ്ങനെ ഇട്ട് കൊടുക്കും. എന്നിട്ട് കുട്ടികളോട് പെറുക്കാൻ പറയും. ഏറ്റവും കൂടുതൽ കപ്പലണ്ടി പെറുക്കുന്നവരാണ് ഫസ്റ്റ് പ്രൈസ്, തൊട്ടടുത്ത് നിൽക്കുന്നവർ സെക്കൻഡ് പ്രൈസ്. ഓർമ്മിക്കുക, മിനിമം ടൈം കൊണ്ട് മാക്സിമം കപ്പലണ്ടി പെറുക്കിയെടുക്കാനാണ് കുട്ടികൾ ശ്രമിക്കുക. അതേ വീക്ഷണം നമുക്ക് വേണം. ഞാൻ നിങ്ങൾക്ക് വേണമെന്ന് പറയുന്നില്ല, നമുക്ക് വേണം. 1 മിനിറ്റ് കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് 1 ദിവസം കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ ചെയ്യണം. മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും സംസ്കാരത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും വേണ്ടിയിട്ടുള്ളത് എന്തൊക്കെ സാധിക്കുമോ അതൊക്കെ ചെയ്യണം. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ഭാര്യ മക്കളും ഉണ്ടാവണം. ആ ജന്മം പുണ്യജന്മമാണ്. ചിലപ്പോൾ ഞാനിങ്ങനെ പറയാറുണ്ട്, വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ ഓഡിയോ ആയിട്ട് വാട്സപ്പിലൂടെ എത്തിക്കഴിഞ്ഞു 1,48,000 പേർക്കും 50,000 പേർക്കും. ആ വ്യക്തി, കുറേ പേരുടെ ആവശ്യം ഞാൻ അവരുടെ പേര് പറഞ്ഞുകൊണ്ട് വീണ്ടും പറയണില്ല, വേറെ കുറേ വ്യക്തികൾ പഴയ നല്ല നല്ല വീഡിയോകൾ എടുത്ത് അത് മുഴുവനും ഓഡിയോ ആയിട്ടും വീഡിയോ ആയിട്ടും കട്ട് ചെയ്തിട്ടും വാട്സപ്പിലൂടെ അയക്കുന്നു. ഏറ്റുമാനൂര്, കോട്ടയം, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, ദുബായ്, ബഹ്റൈനിൽ നിന്ന്, ആലപ്പുഴയിൽ നിന്ന് തറവേല. എനിക്ക് അറിയാവുന്നവരുടെ പേര് പറഞ്ഞാൽ പേരറിയാത്തവരുടെ പേര് പറയാത്തതിൻ്റെ ദുഃഖം അവർക്കുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാതിരിക്കുകയാണ്. സാധിക്കുന്നത് മുഴുവനും ചെയ്യുക. കുറേ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് വരില്ല, വിട്ടേക്കുക, അതൊന്നും അന്വേഷിച്ച് പോവണ്ട. അറിയാവുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുക. ചിലതൊക്കെ അസംബന്ധമായിട്ടുള്ള ഉത്തരവും അസംബന്ധമായിട്ടുള്ള ചോദ്യവുമായിരിക്കും, അതൊക്കെ വിട്ടേക്കാം. അതൊന്നും അന്വേഷിച്ച് പോവണ്ട. അഭിമാനിക്കുന്നത് ഈ രാഷ്ട്രത്തിൻ്റെ മകനാണെന്നുള്ളതിലാണ്.
എവിടെയും ഉണ്ട് കുറെ നെഗറ്റീവും കുറെ പോസിറ്റീവും. ആ പോസിറ്റീവ് മാത്രം എടുക്കുക. അര ഗ്ലാസ് വെള്ളമുണ്ടെങ്കിൽ ഹാഫ് എം ടി എന്നും പറയാം, ഹാഫ് ഫുൾ എന്നും പറയാം. ഹാഫ് ഫുൾ എന്ന് പറയാൻ പഠിക്കുക. ധന്യമായിട്ടുള്ള ഒരു ജന്മം, ധന്യമായിട്ടുള്ള ഒരു ജീവിതം. അതുകൊണ്ട് ഈ സ്വർഗവാതിൽ എന്ന് പറയുന്ന അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എന്ന് വേണമെങ്കിലും മരണണ്ട. 2 ദിവസം മുമ്പ് ഞാൻ യമധർമ്മരാജാവിന്റെ പര്യായ പദങ്ങൾ പറഞ്ഞിരുന്നു. കുറെ പേർക്ക് അത് സന്തോഷം തോന്നി. അതിനോട് ചേർന്ന ഒരു കാര്യം കൂടി പറയുന്നു. ആവർത്തനമായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം. പഴയ കാലത്ത് നമ്പൂതിരിമാർ ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് വെള്ളം എടുത്ത് ചോറിൽ തളിക്കും. ഓം ഭൂർഭുവസ്വഹ. വൈകുന്നേരമാണെങ്കിൽ ഋതന്ധ്വാസത്യേന പറയും. രാവിലെ ആണെങ്കിൽ സത്യന്തുറത്തേനാന്ന് പറയും. ഋതന്ധ്വാസത്യേന വൃഷിഞ്ജയാമി ഭൂർഭുവസ്വരോ മന്ദശ്ചരതി ഭൂതേഷു ഗുഹായ സർവതോമുഖ ത്വം യജ്ഞത്വം വിഷക്കാരത്വം വിഷ്ണു വൃഷപ്പര എന്ന് പറഞ്ഞ് ചെറിയ വിരലയിൽ തൊട്ട് പ്രാണായ സ്വാഹ, പാനായ സ്വാഹ, വ്യാനായ സ്വാഹ, ഉദാനായ സ്വാഹ, സമാനായ സ്വാഹ, ആത്മനേ സ്വാഹ. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അങ്ങനെ പഞ്ചപ്രാണന് അന്നം നിവേദിച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ ശരീരത്തിന് കൊടുക്കുള്ളൂ. അത് കഴിഞ്ഞാൽ 16 പേര് പര്യായ പദങ്ങൾ യമധർമ്മരാജാവിന്റെ പേര് പറഞ്ഞ് വലത് സൈഡിൽ ചോറ് വെക്കുന്ന ഒരു ചടങ്ങ് പണ്ടുള്ളവർ ചെയ്യും. കീഴ്വഴക്കാണ്, ആചാരമല്ലാതെ ചെയ്യുന്നത് മാത്രമല്ല, ഒരു ചടങ്ങായിട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, ആവശ്യമില്ലാത്തതാണ്. ചെയ്താലും ഗുണമില്ല, ചെയ്തില്ലേലും ഗുണമില്ല. പക്ഷെ ഒരു അർത്ഥം അതിൻ്റെ പുറകിലുണ്ട്. ഞാൻ അന്ന് പറഞ്ഞ പര്യായ പദമാണ് യമായ ധർമ്മരാജായ മൃത്യുവേച്ച അന്തകായ ച വൈവസ്വതായ കാലായ സർവഭൂതക്ഷയായ ച വിദുംബരായ ദഗ്നായ നീലായ ബ്രഹ്മേഷ്ഠിനെ മൃഗോദരായ ചിത്രായ ചിത്രഗുപ്തായ തേ നമഃ. ഇതാണ് 16 പേരുള്ള മന്ത്രം. ആ മന്ത്രം പറഞ്ഞ് ചോറ് വലത് സൈഡിൽ ഇങ്ങനെ എണ്ണി വെക്കുന്ന മാതിരി വെക്കും. എന്തിനാ അത് വെക്കുന്നേ അറിയോ? ഈ ഭക്ഷണം കഴിച്ച് തീരുന്നത് വരെയെങ്കിലും എന്നെ കൊണ്ടുപോകല്ലേ യമധർമ്മരാജൻ എന്ന ഒരൊറ്റ സന്ദേശമുള്ളൂ അതിനകത്ത്. മരണം എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് വരാം. മരണം ഏത് സെക്കൻഡ് വേണമെങ്കിലും വരാം. അത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, മരണമുണ്ട്. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും. കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. മരിക്കുമ്പോൾ ശ്മശാന യാത്രയിൽ നീ മാത്രം വരും, പിന്നെ ആരുമില്ല. ശ്മശാനാനലദഗ്ധോസി പരിത്യക്തോസി ബാന്ധവൈഹി. ശ്മശാനാനലദഗ്ധോസി. ശ്മശാനത്തിലെ തീയിൽ കത്തിയെരിഞ്ഞ അങ്ങയെ ആരും കൂട്ടത്തിൽ വന്നില്ല. പരിത്യക്തോസി ബാന്ധവൈഹി. ബന്ധുക്കളെല്ലാം ഉപേക്ഷിച്ച് അങ്ങോട്ടേക്കാ പോയത്. ഓർമ്മിക്കുക, ആ ദിവസത്തിന് മുമ്പ് ചെയ്തു തീർക്കാനുള്ളത് ചെയ്തു തീർക്കണം. ധന്യമായിട്ട് ഈ ലോകത്തിൽ മരണത്തെക്കുറിച്ച് ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുന്ന ഒരേ ഒരു സംസ്കാരം ഭാരതീയ സംസ്കാരമാണ്. അത് ഓർമ്മിപ്പിക്കണം, വേണ്ടെന്ന് പറഞ്ഞാലും ഓർമ്മിപ്പിക്കണം. വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും പറ്റിച്ചെടുത്തതും തട്ടിപ്പറിച്ചതും തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോവില്ല. ആ മരണത്തെക്കുറിച്ചും ജീവിത ദുഃഖത്തെക്കുറിച്ചും ഓർമ്മിപ്പിക്കാത്തതാണ് ഇന്ന് കേരളത്തിന് പറ്റിയ ഏറ്റവും വലിയ ദുരിതം. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ 99% ജനതയും കേരളത്തിൽ പെർഫെക്റ്റ് ആണ്. 1% അവരാണ് ഈ നാടിന് പ്രശ്നം ഉണ്ടാക്കുന്നത്. അവർ മരണത്തിന് അതീതരാണെന്ന്. ആ തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുന്ന പോലീസുകാർക്ക് കൂട്ടുനിൽക്കുന്ന ഭരണാധികാരികളും ധാർഷ്ട്യത്തിന്റെയും അതുപോലെ നിഷേധാത്മകതയുടെയും പുച്ഛത്തിന്റെയും അവഹേളനത്തിന്റെയും ഞങ്ങളെ ജന്മനാൽ ഭരിക്കാൻ വേണ്ടി ജനിച്ചവരാണെന്ന ധാരണയും കൊല്ലാനും ചാവലുമാണ് ഞങ്ങളുടെ ഉദ്ദേശം, ഞങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ ആരെയും വെച്ച് പൊറുപ്പിക്കില്ല എന്നുള്ള മനോഭാവത്തോടുകൂടി ജീവിക്കുന്നവര്, അത് 1%. അവരെയും ഓർമ്മിപ്പിക്കണം, ഈ ഭൂമിയിൽ നിങ്ങൾ സ്ഥിരമല്ല. തസ്മാത് ജാഗ്രത എന്ന് ഉപനിഷത്തിൽ പറയാറുണ്ട്. എന്താ ജാഗ്രത എന്ന വാക്കിന്റെ അർത്ഥം അറിയോ? ജഗത്തിലാണ് നിലനിൽക്കുന്നതെന്ന ബോധം ഉണ്ടാവുക. ജഗത്ത് എന്ന് പറഞ്ഞാൽ ജനിച്ച് നിലനിന്നില്ലാതെയാവുന്നതാണ് ജഗത്ത്. ജനിച്ച് നിലനിന്നില്ലാതെയാവും. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു, കുറെ കാലം നിലനിന്നു. ജനിച്ചത് മുതൽക്ക് നമുക്ക് ഈ ജഗത്തുണ്ട്. കുറെ കാലം നിലനിൽക്കുമ്പോഴും ജഗത്തുണ്ട്.
പിന്നെ ഇല്ലാതെയാവുന്നു. മരണത്തോടുകൂടി നമ്മുടെ ജഗത്ത് തീർന്നു. അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വാക്കാണ് ജാഗ്രത. ബി അവെയർ ദാറ്റ് യു ആർ നോട്ട് പെർമനന്റ് ഇൻ ദിസ് വേൾഡ്. ബി അവെയർ ദാറ്റ് യു ആർ നോട്ട് പെർമനന്റ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ സ്ഥിരമല്ലെന്ന് ഓർമ്മിപ്പിക്കുന്ന അത് നമ്മളെ ഒത്തിരി തിന്മകളിൽ നിന്ന് മാറ്റും. നമ്മൾ ധരിക്കുന്നു നമ്മൾ ഈ ലോകത്തിൽ സ്ഥിരമാണ് എന്ന്. എന്തെല്ലാം കൺമുമ്പിൽ കാണുന്നു. മാളികാമുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. 2 നാളു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റിയിടുന്നതും ഭവാൻ. അറിയണം. ഞാൻ നിങ്ങളോട് പറഞ്ഞത് സ്വർഗവാതിലിനെ കുറിച്ച് പറഞ്ഞു. ഈ 4 കെട്ടിലുള്ള സ്വർഗവാതിലിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും ചോറ് വയ്ക്കുന്ന യമധർമ്മരാജാവിനെ കുറിച്ച് പറഞ്ഞു. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മിനിമം ടൈമിനുള്ളിൽ മാക്സിമം ചെയ്ത് തീർക്കണം. സാധിക്കട്ടെ. വിഷു ദിനത്തിലെ 2ാമത്തെ സന്ദേശമായിട്ടാണെങ്കിലും എടുക്കാം. മാറ്റണം. തിന്മകളുടെ കൂടെ നിൽക്കരുത്. തിന്മകളുടെ കൂടെ നിന്നവൻ ഇന്നല്ലെങ്കിൽ നാളെ പ്രശ്നങ്ങൾ ഉണ്ടാവും. സത്യം ഒന്നേ ഉള്ളൂ, അതിൻ്റെ കൂടെ നിൽക്കാം. നിർഭയമായിട്ട് നിൽക്കാം. അതിനെതിരെ കുറേയധികം അനുഭവിക്കേണ്ടി വരും. അതൊന്നും സാരമില്ല. എന്തായാലും ഈ ലോകത്തിൽ 10,000 വർഷമൊന്നും നമ്മൾ ഉണ്ടാവില്ല. പ്രണാമം, നമസ്കാരം.